ഹബീബിന്റെ പള്ളിയുടെ മുറ്റത്താണ് അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ വന്ന് പറഞ്ഞത്, യാ റസൂലല്ലാഹ്. അവിടുത്തെ പേര് റുമൈസ്വാ ബീവി എന്നായിരുന്നു. ഉമ്മു സുലൈം റുമൈസ്വാ റളിയല്ലാഹു അൻഹ. സമിഅതു ഖശ്ഫതൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഞാനൊരു കാലൊച്ച കേട്ടു. നോക്കുമ്പോൾ ഫഇദാ അന ബിറുമൈസ്വാഇ ഇംറഅതി അബീ തുൽഹ, അബൂ തുൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായ റുമൈസ്വാ ബീവി എൻ്റെ മുമ്പിലുണ്ടായിരുന്നു എന്ന് സ്വർഗത്തെ സംബന്ധിച്ച് പുണ്യനബി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉരീതുൽ ജന്നത അൽ ബാരിഹ, കഴിഞ്ഞ രാത്രി ഞാൻ സ്വർഗം കണ്ടു. ദഖൽതു ഫീഹാ, ഞാൻ സ്വർഗത്തിൽ കടന്നുവെന്ന് ഹബീബായ നബി തങ്ങളുടെ റൂഹുമായുള്ള ഹബീബിൻ്റെ ഒരു യാത്ര. സ്വപ്നങ്ങളിൽ ഒരുപാട് തങ്ങൾക്കുണ്ട് സ്വർഗലോകത്തേക്കുള്ള യാത്ര. ഇസ്രാഇൻ്റെയും മിഅ്റാജിൻ്റെയും അവിടുത്തെ ശരീരവുമായി പോയ യാത്രയല്ലാതെ തന്നെ ഒരുപാട് തവണ ഹബീബിന് അല്ലാഹു സ്വർഗം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈ ബീവി ചെയ്ത ഏറ്റവും വലിയ ഗുണമെന്നറിയുമോ? യാ റസൂലല്ലാഹ്, ഖുബാ പള്ളിയുടെ മുറ്റത്ത് വന്ന് നിന്ന് മഹദി പറയുകയാണ്, നബിയേ, അങ്ങ് മദീനയിലേക്ക് വന്നപ്പോൾ എല്ലാവരും അങ്ങേക്ക് ഓരോ സമ്മാനങ്ങൾ തന്നുവല്ലോ നബിയേ. എൻ്റെ കയ്യിൽ സമ്മാനമില്ല, ഞാനൊരു പാവം പെണ്ണാണ് നബിയേ, എൻ്റെ ഭർത്താവ് മരിച്ചു പോയിട്ടുണ്ട്. ഹബീബായ നബിയേ, എനിക്ക് അങ്ങേക്ക് സമ്മാനമായി നൽകാൻ ഒരു മോനുണ്ട്, 10 വയസ്സുള്ള അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. എൻ്റെ മോനെ അങ്ങയുടെ ഖിദ്മത്തിന് ഞാൻ ഏൽപ്പിച്ചു തരട്ടെയോ നബിയേ എന്ന് പറഞ്ഞ് ഒരേ ഒരു മോനെ ഹബീബിൻ്റെ പള്ളിയിലേക്ക് ഹബീബിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു പോയ ഉമ്മയാണ് മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ റുമൈസ്വാ ബീവി റളിയല്ലാഹു തആല അൻഹാ. ആ മഹദിയുടെ ചരിത്രങ്ങൾ ഒരുപാട് വേറെയുമുണ്ട്. സഹനത്തിൻ്റെ, ക്ഷമയുടെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ ഉമ്മത്തിന് കാണിച്ചു കൊടുത്ത ബീവിയാണത്. സുബ്ർ ബാറക്കല്ലാഹു ഫീ ലൈലതികുമാ എന്ന ഹബീബായ നബി തങ്ങൾ ആ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ, അവിടുത്തെ മുമ്പിൽ വന്ന് പരാതി പറയാൻ, ഹബീബിൻ്റെ മുന്നിൽ വന്ന് വിഷയം അവതരിപ്പിക്കാൻ നൂറുകണക്കിന് ആളുകളാണ് ഹബീബിനെ കാത്തിരിക്കുന്നത്. വിശുദ്ധമായ അൽ മസ്ജിദുൻ നബവി, അവിടെയാണ് ഹബീബിൻ്റെ അവിടുത്തെ പ്രിയപ്പെട്ട സൗജാത്തിൻ്റെ, നമ്മുടെ ഉമ്മമാരുടെ വീടുകളുള്ളത്, ഹുജ്റത്തുള്ളത്. സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു കരഞ്ഞു പോയിട്ടുണ്ട്. ഹബീബിൻ്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മസ്ജിദുൻ നബവിയുടെ ഒരു എക്സ്പാൻഷൻ, അതിൻ്റെ ഒരു വിപുലീകരണം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ കാലത്ത് നടക്കുമ്പോൾ മഹാനായ ഫുഖഹാഉൽ മദീനയിൽപ്പെട്ട ഫുഖഹാഉ സബ്അയിൽപ്പെട്ട സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അവിടുത്തെ ഭാര്യമാർ ഹബീബ് തങ്ങൾ ഹബീബായ നബി തങ്ങൾ സുന്നത്ത് നിസ്കരിക്കുകയും അവിടുന്ന് കിടന്നുറങ്ങുകയും ജീവിക്കുകയും ചെയ്തു പോയ ആ ഓരോരോ മുറികളും നിങ്ങൾ പൊളിക്കരുതേ പൊളിക്കരുതേ എന്ന് മഹാൻ പറയുമായിരുന്നു. പക്ഷേ പള്ളിയുടെ വികസനത്തിന് അതവിടെ ചെയ്യേണ്ടി വന്നു. മഹാനവറുകൾ ആ വികസനം നടന്നു കഴിഞ്ഞതിന് ശേഷം കരഞ്ഞുകൊണ്ട് പറയുമായിരുന്നു, ഞാൻ കൊതിച്ചു പോവുകയാണ് മസ്ജിദുൻ നബവിയുടെ ചുറ്റുമുണ്ടായിരുന്ന ഹബീബിൻ്റെ ഭാര്യമാർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ, നമ്മുടെ ഉമ്മമാർ, അവർ താമസിച്ചു പോയ ആ ഒരു റൂമുകളെല്ലാം അവിടെ തന്നെ നിലനിന്നിരുന്നുവെങ്കിൽ നമ്മുടെ ഹബീബ് എങ്ങനെയാണ് ജീവിച്ചത് എന്ന് പിൽക്കാലത്ത് വരുന്ന മുഅ്മിനീങ്ങൾക്ക് കാണാൻ ഒരു ദലാലത്തായി അതവിടെ ശേഷിക്കണമായിരുന്നു. ആ ആഹാറുകൾ അവിടെ നിൽക്കണമായിരുന്നു എന്നാണ് ഞാൻ കൊതിച്ചു പോയത്, അതിന് കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് മഹാനായ സഈദ് റളിയല്ലാഹു അൻഹു കരയുമായിരുന്നുവത്രേ. ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ കാണാൻ ആളുകൾ ഒരുപാട് അവിടെ തടിച്ചുകൂടുന്നു. പുണ്യനബി തങ്ങളെ അവിടത്തോട് വേവലാതി ബോധിപ്പിക്കാൻ മഴയില്ലാതെ വിഷമിച്ചിരുന്ന സമയം ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസല്ലയോ നബിയേ, ഹലകത്തിൽ മവാശി, നബിയേ കന്നുകാലികൾ ചത്തുപോവാൻ തുടങ്ങി നബിയേ, കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാൻ ഉമ്മമാർക്ക് പാലില്ല നബിയേ, വെള്ളമില്ല. അസ്വാബനാ ഖഹ്തുൻ, അതുകൊണ്ട് നബിയെ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് അല്ലാഹുവിനോട് ദുആ ഇറക്കണേ. മിമ്പറിൽ നിന്നുകൊണ്ടാണ് ഹബീബ് ദുആ ചെയ്യുന്നത്. മസ്ജിദുൻ നബവിയുടെ മിമ്പറാണ്, മെഹ്റാബാണ് അതിന് സാക്ഷി. ഇന്ന് നമ്മൾ
വിശുദ്ധമായ മദീന പള്ളിയിലേക്ക് ബാബുസലാമിലൂടെ കടന്നു പോകുമ്പോൾ ആ ഫോണൊക്കെ അവിടെ നിന്ന് എടുത്തു വെച്ചിട്ട് ഫോൺ എടുക്കുന്ന ആളുകളെയും ശ്രദ്ധിക്കാതെ, എന്തൊരു വലിയ അദബ് കേടാണതെന്ന് പറയാതിരിക്കാൻ വയ്യ. ഒരുപാട് തവണ ഓർമ്മിപ്പിച്ച വിഷയങ്ങളാണ്. എന്നാലും മലയാളി മുസ്ലിമീങ്ങളായ ആളുകൾ, ഇത് കേൾക്കുന്നവർ, അറിയുന്നവർ, ദയവ് ചെയ്ത് ചെയ്യരുതേ. ഹബീബിൻ്റെ പള്ളിയിൽ ക്യാമറ എടുക്കണ്ട. അത് ഒട്ടും പുണ്യമുള്ള കാര്യമല്ല, അല്ലാത്തിടത്ത് തന്നെ. എന്നിട്ട് ആ മസ്ജിദിൽ വിശുദ്ധമായ ഹബീബിനോട് സലാം പറയാൻ ബാബുസലാമിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ഇടതുഭാഗത്തെ ഹബീബിൻ്റെ മിമ്പറുണ്ട്, അവിടുത്തെ മെഹ്റാബുണ്ട്. മെഹ്റാബ് റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബിൻ്റെ മിമ്പർ അവിടെയുണ്ട്. ആ മിമ്പറിൽ അന്നൊരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു ഖിലാഫത്തിൻ്റെ കാലത്ത് ഉമർ തങ്ങൾ റസൂലുള്ളാഹി തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്ത് റസൂലുള്ളാഹി തങ്ങളാണ് ആ മിമ്പറിൽ കയറുന്നത്. തങ്ങളുടെ കാലശേഷം ഉമർ റളിയല്ലാഹു തആല അൻഹു ആ മിമ്പറിൽ ഖുത്ബയോദാൻ വേണ്ടി കയറി നിന്ന നേരത്ത് ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു, അള്ളാഹിൻ്റെ റസൂലിൻ്റെ പേരക്കുട്ടി ഹുസൈൻ എന്നവരെ, ഫാത്തിമ ബീവിയുടെ മോന്, അള്ളാഹിൻ്റെ റസൂലിൻ്റെ മിമ്പറ, അത് വല്ലിപ്പയുടെ മിമ്പറയാണ്. ആ മിമ്പറിൻ്റെ അരികത്തേക്ക് വന്നു. ഉമർ എന്നവർ ആ മിമ്പറിൽ കയറി നിൽക്കുന്നുണ്ട്. ഇൻസിൽ മിൻ മിമ്പരി ജദ്ദീ, ഇതെൻ്റെ വല്ലിപ്പയുടെ മിമ്പറാണ്, ഇവിടെ നിന്ന് ഇറങ്ങണേ. ഉമർ തങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഹുസൈൻ എന്നവര് ചെറിയ കുട്ടിയാണ്. ഇൻസിൽ, ഇറങ്ങണേ, മിൻ മിമ്പരി ജദ്ദീ, ഇതെൻ്റെ വല്ലിപ്പയുടെ മിമ്പറാണ്. ഉമർ റളിയല്ലാഹു അൻഹു കരച്ചിലടക്കാൻ പറ്റിയില്ല. ഉമർ തങ്ങൾക്ക് പറയാൻ പറ്റുമല്ല എന്ന്, ആണല്ലോ ഹബീബിൻ്റെ മിമ്പറാണ്. പക്ഷെ ഹബീബായ നബി തങ്ങൾ അല്ലാഹുവിലേക്ക് ബർസഖിയായ യാത്രയിലേക്ക് നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നുവല്ലോ, നമ്മോടൊപ്പം ഭൂമിക്ക് മുകളിലില്ലല്ലോ. മഹാനായ ഉമർ എന്നവർ പറഞ്ഞു, മോനെ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ മഹത്വമല്ലാതെ എന്താണ് ഒരു മുസ്ലിമിൻ്റെ തലയിൽ മുളക്കുന്ന മുടി പോലും ഈ കുടുംബത്തോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നുവല്ലോ. ഉമർ തങ്ങൾ പറഞ്ഞ വാക്കാണത്. അഹ്ലു ബൈത്തിനോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു മോനെ. അങ്ങയുടെ വല്ലിപ്പയുടെ, നമ്മുടെ ഒക്കെ ഹബീബിൻ്റെ മിമ്പറാണിത് മോനെ. ഖുതുബക്ക് നിന്നതല്ലേ, ഞാൻ നിന്നോട്ടെ. ആ മോനോട് ചോദിക്കുക ഉമർ റളിയല്ലാഹു അൻഹു. കുട്ടിക്ക് സങ്കടമടക്കാൻ പറ്റിയില്ല. എൻ്റെ വല്ലിപ്പ കയറി നിൽക്കുന്ന മിമ്പറല്ലേ ഇത്. ആ മിമ്പറിൽ നിന്നാണ് ഹബീബ് ദുആ ചെയ്യുന്നത്. അല്ലാഹുമ്മ അഗ്ഫിനാ, അല്ലാഹുമ്മ അഗ്ഫിനാ, അല്ലാഹുമ്മ അഗ്ഫിനാ. അല്ലാഹുവേ ഞങ്ങൾക്ക് മഴ വേണം, അല്ലാഹുവേ ഞങ്ങൾക്ക് മഴ വേണം, അല്ലാഹുവേ ഞങ്ങൾക്ക് മഴ വേണം. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, വമാ ഫിസ് സമാഇ മിൻ ഖുസ്അതി സഹാബ്, മേഘത്തിൻ്റെ ഒരു പടലം പോലും അന്ന് ആകാശത്തില്ല. ആകാശത്തെളിഞ്ഞ് ബ്ലൂ സ്കൈ ആയി നിൽക്കുകയാണ്, നല്ല ചൂടുള്ള കാലം. അവിടുന്ന് മിമ്പറിൽ നിന്ന് ദുആ ചെയ്യുന്നു. ആ ദുആ അതിൻ്റെ ഏതാനും സെക്കൻഡുകൾ കഴിയുമ്പോഴേക്കും ഇവിടെ നിന്നില്ലാത്ത വിധം മദീനയുടെ മുകളിലേക്ക് കറുത്ത കാർമേഘങ്ങൾ ഒരുമിച്ച് കൂടുന്നത് ഞങ്ങൾ കണ്ടു എന്ന് അനസ് തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസ് ഇമാം ബുഖാരി തങ്ങളുടെ സ്വഹീഹിലാണ് കിടക്കുന്നത്. അത്രയും പ്രബലമായ സംഭവം, മുത്തവാത്തിറായ സംഭവം. മഴ പെയ്യാൻ തുടങ്ങി. ഞങ്ങൾ ആ ജുമുഅയിൽ സുജൂദിൽ തലവെച്ചപ്പോൾ ചെളിവെള്ളത്തിലായിരുന്നു ഞങ്ങൾ തലവെച്ചത്. പള്ളിയിലും മഴ കിട്ടിയെന്ന് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു മസ്ജിദിൻ്റെ മെഹ്റാബിലാണ്, മിമ്പറിലാണ് അള്ളാഹുവിൻ്റെ ഹദ്റത്തിൽ നിന്ന് ഇജാബത്തുകൾ വന്നുകൊണ്ടിരുന്നത്. ആ മിമ്പറിൽ പുണ്യനബി കാലെടുത്ത് കയറുമ്പോൾ വിശുദ്ധമായ മദീനത്തുൻ നബിയുടെ അൽ മസ്ജിദുൻ നബവിയുടെ മിമ്പറിൽ അവിടെ നിന്ന് പറഞ്ഞില്ലേ ആമീൻ. രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കയറിയപ്പോൾ വീണ്ടും പറഞ്ഞു ആമീൻ. മൂന്നാമത്തെ മിമ്പറിൻ്റെ സ്റ്റെപ്പിലും പറഞ്ഞു ആമീൻ. യാ റസൂലല്ലാഹ് സമിഅനാക അമ്മൻത്, അങ്ങ് ആമീൻ പറഞ്ഞത് ഞങ്ങൾ കേട്ടു നബിയെ. ആരും ഇവിടെ ദുആ ചെയ്തില്ലല്ലോ, ഞങ്ങൾ കേട്ടില്ലല്ലോ. അതാനി ജിബ്രീലു അലൈഹിസ്സലാം, മസ്ജിദുൻ നബവിയുടെ വിശുദ്ധമായ മിമ്പറയുടെ ഓരോ സ്റ്റെപ്പുകൾ നബി തങ്ങൾ കയറുമ്പോഴേക്കും ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ വന്നിട്ട് നബിയോട് പറയുന്നു, നബിയെ ഇന്നി ദാഇൻ, ഞാൻ ദുആ ഇറക്കാൻ പോകുന്നു നബിയെ, എൻ്റെ ദുആഇന് നിങ്ങൾ ആമീൻ പറയണം. ഞാൻ പറയാം. ആദ്യത്തെ ദുആ, ആമീൻ പറയണേ നബിയേ,
മൻ അതാഹു റമളാനു ഫലം യുഗ്ഫർ ലഹു റഗിമ അൻഫു മൻ അതാഹു റമളാനു ഫലം യുഗ്ഫർ ലഹു. ഒരാൾക്ക് നഷ്ടം സംഭവിക്കട്ടെ, റമളാൻ മുഴുവൻ കഴിഞ്ഞു പോയിട്ടും അള്ളാഹുവിനോട് പാപമോചനം ചോദിക്കാൻ ഒരു തൗഫീഖ് പോലും കിട്ടാത്ത മനുഷ്യൻ, അവൻ്റെ മൂക്ക് മണ്ണിലുരസട്ടെ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. പറയും നബിയെ ആമീൻ ആമീൻ. റഗിമ അൻഫു മൻ, ഹബീബായ നബിയെ അങ്ങയുടെ പേര് മുഹമ്മദ് എന്നോ അഹ്മദ് എന്നോ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് അഹ്മദാണ്, അവിടുന്ന് അൽ മാഹി ആണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പേര് പറയപ്പെടുമ്പോൾ റസൂലുള്ളാഹി എന്ന് പറയുമ്പോൾ തന്നെ വേണം മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങയുടെ പേര് പറയപ്പെടുമ്പോൾ മടി കാരണം ചുണ്ടനക്കാതെ ആരെങ്കിലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ മടി കാണിച്ചാൽ അവരിൽ നിന്ന് അള്ളാഹിൻ്റെ റഹ്മത്ത് ദൂരെയാവട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ദുആ. നമ്മൾ വിചാരിക്കും എന്തേ നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാവാത്തത്? വലിയൊരു കാരണം ഹബീബിൻ്റെ മേൽ സ്വലാത്തു ചൊല്ലാൻ പിശുക്കുന്ന അവസ്ഥ നമ്മൾ അറിയാതെ ശീലിച്ചു പോകുന്നുണ്ടാവും. അങ്ങനെ മിണ്ടാണ്ടിരിക്കും, തങ്ങളുടെ പേരിങ്ങനെ കേൾക്കുന്നു, അത് കാസറ്റ് കേട്ടാലും ചൊല്ലിക്കോ, കൂലി കിട്ടും. അത് നിങ്ങൾ വീഡിയോ യൂട്യൂബ് കേട്ടാലും ചൊല്ലിക്കോളൂ, ഫേസ്ബുക്കിൽ കേട്ടാലും ചൊല്ലിക്കോ. നമ്മൾ ഫിഖഹിൻ്റെ മസ്അലയിലേക്ക് ഇറങ്ങിച്ചെന്നത് ഇപ്പോൾ ഒറിജിനൽ തന്നെയാണോ, അതിപ്പോൾ ആൾ പറഞ്ഞു തന്നെയാണോ, അതിപ്പോൾ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യല്ലേ? അദബൻ മഅ റസൂലില്ലാഹ്, റസൂലുള്ളാഹി തങ്ങളോടുള്ള അദബ് ഇപ്പോഴൊക്കെ ചൊല്ലണം എന്നാണ്. എപ്പോഴും ഹബീബിൻ്റെ പേര് കേട്ടാൽ ചൊല്ലണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് ആമീൻ പറഞ്ഞത് ആരാണ്? ദുആ ചെയ്തത് ആരാണ്? സയ്യിദുൽ അംലാക്കിൻ്റെ ദുആ, സയ്യിദുൽ ഖൽഖിൻ്റെ ആമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമതൊരു ആമീൻ പറഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, നിങ്ങൾ ഓർത്തു വെക്കണേ, മറന്നു പോകരുത്. ഇത് മസ്ജിദുൻ നബവി എന്ന ഹബീബിൻ്റെ മസ്ജിദിൻ്റെ ഉള്ളിൽ നടന്ന ജിബ്രീൽ അലൈഹിസ്സലാം എന്ന അള്ളാഹുവിൻ്റെ വഹയിൻ്റെ അമീനായ മലക്ക് ഹബീബായ തങ്ങളോട് ജുമുഅ ദിവസം മിമ്പറിൽ ഖുത്ബ എന്ന ഏറ്റവും വലിയ ശ്രേഷ്ഠമായ വെള്ളിയാഴ്ചയിലെ ഇബാദത്തിന് ഹബീബായ നബി കാലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടത്തോട് വന്ന് പറഞ്ഞു കൊടുത്ത ദുആയാണിത്. എന്താ ദുആ? റഗിമ അൻഫു മൻ അദ്റക വാലിദൈഹി ഫലം യുഗ്ഫർ ലഹുമാ. സ്വന്തം വാപ്പാക്ക് അല്ലെങ്കിൽ ഉമ്മാക്ക് ശരീരം തളർന്നു പോകുന്ന വാർദ്ധക്യം വരുന്ന സമയം, പ്രായമാകുമ്പോൾ വിഷമമാകുന്ന ഘട്ടങ്ങളിൽ, കൂടെ ഒരാളില്ലാതെ നടക്കാൻ കഴിയാതെ വരുമ്പോൾ, സഹായത്തിന് ആള് വേണ്ടി വരുമ്പോൾ, വർത്തമാനം പറഞ്ഞത് തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഓർമ്മശക്തി നഷ്ടപ്പെട്ടു പോകുമ്പോൾ, വസ്ത്രത്തിലറിയാതെ മൂത്രമായി പോകുമ്പോൾ, ബെഡിൽ കിടന്നിടത്ത് വിസർജമായി പോകുമ്പോൾ, ഭക്ഷണം കഴിക്കാൻ കഴിയാതെ തട്ടിച്ചിന്തിക്കളയുമ്പോൾ, പറഞ്ഞതും ചോദിച്ചതും തന്നെ വീണ്ടും പറഞ്ഞും വീണ്ടും ചോദിച്ചും മക്കൾക്ക് അരോസരമുണ്ടാക്കുന്ന ഘട്ടങ്ങളിലേക്ക്, അറുതലുൽ ഉംറിലേക്ക് നമ്മുടെ ഉമ്മയും നമ്മുടെ വാപ്പയും പ്രായത്തിലേക്ക് കടന്നു വന്നാൽ, അവരെ ശുശ്രൂഷിക്കുന്നവർക്ക്, അവർക്ക് ഖിദ്മത്ത് ചെയ്യുന്നവർക്ക്, അവരെ പരിപാലിക്കുന്നവർക്ക്, അവർക്ക് സ്നേഹം അവിടെ കൊടുക്കുന്നവർക്ക്, അവരുടെ എല്ലാ ചീത്ത വാക്കുകളെങ്ങാനും വന്നാൽ പോലും അത് സഹിക്കുന്ന മക്കൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ്. മാതാപിതാക്കൾ സ്വർഗത്തിൻ്റെ 2 വാതിലുകൾ നിങ്ങളുടെ കൈകളിൽ കിട്ടിയിട്ട് ആ മാതാപിതാവിനെ നോക്കാതെ ജ്യേഷ്ഠൻ കൊണ്ടുപോയിക്കോട്ടെ, പെങ്ങൾ പറയും അളിയനത് ഇഷ്ടമായില്ല ഇവിടെ വന്നാൽ, അതുകൊണ്ട് കാക്ക കൊണ്ടുപോട്ടെ, എളാപ്പ കൊണ്ടുപോയിക്കോട്ടെ, മൂത്താപ്പ കൊണ്ടുപോയിക്കോട്ടെ എന്ന് പറഞ്ഞ് മക്കൾ മാതാപിതാക്കളെ വെച്ച് തട്ടിക്കളിച്ചാൽ നിങ്ങൾക്ക് നഷ്ടമാകുന്നത് ഒരുപക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. ദുന്യാവും ആഖിറവുമാണ് നിങ്ങൾക്ക് നഷ്ടമാവുന്നത്. ആ ഉമ്മയോ വാപ്പയോ നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നാൽ കാലിൽ ചെളിയുണ്ടായിരിക്കാം, നിങ്ങളുടെ വീടൊന്ന് വൃത്തികേടായി എന്ന് വന്നേക്കാം, കാലിൻ്റെ പാടുകൾ ഉണ്ടായെന്ന് വന്നേക്കാം, തുപ്പാൻ പാടില്ലാതെ തുപ്പിന്ന് വന്നേക്കാം, അവർക്ക് ടോയ്ലറ്റ് ഫ്ലഷ് ചെയ്യാൻ അറിയില്ലായിരിക്കാം, അവിടെ ഇവിടെയും മൂത്രായി എന്ന് വന്നേക്കാം. ഇതൊക്കെ ആയാലും നിങ്ങളുടെ വീടാണ് നന്നാക്കിയെടുക്കാം. എന്നാൽ അവരെ സന്തോഷിപ്പിക്കുകയും അവരെ വേദനിപ്പിക്കാതിരിക്കുകയും അവരുടെ കൈപിടിച്ച് ഉപ്പ ഉമ്മ എന്താണ് വേണ്ടത് എന്ന് ചോദിച്ച് കണ്ടറിഞ്ഞ് ആ ഉപ്പാക്കും ഉമ്മാക്കും ഖിദ്മത്ത് ചെയ്താൽ അവർക്ക് കിട്ടാൻ പോകുന്നത് ദുന്യാവിൻ്റെ വീട് മാത്രമല്ല,
അള്ളാഹുവിൻ്റെ സ്വർഗമാണ്, സ്വർഗമാണ്, സ്വർഗമാണ്. മാതാപിതാക്കളെ പ്രായമായ സമയത്ത് ജീവനോടെ മാതാപിതാക്കളെ പരിപാലിക്കാൻ അവസരമുണ്ടായ ആൺമക്കൾക്കും പെൺമക്കൾക്കും ആ വാപ്പയെ ഉമ്മയെ നോക്കാൻ കഴിയാത്തത് കൊണ്ടാവരുത്, സാധിക്കുമെന്നിരിക്കെ വേണ്ടാന്ന് വെച്ചിട്ട് അവരോട് ഖിദ്മത്ത് ചെയ്യാതിരിക്കുന്നവർക്ക് നഷ്ടം വരട്ടെ. പറയൂ നബിയെ ആമീൻ. ആ ആമീനിന് ഹബീബ്, ആ ദുആഇന് ഹബീബ് ആമീൻ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഅ്മിനെ, മാതാപിതാക്കൾ മരിച്ചുപോയി ഖബറിലായിരിക്കാം പലരുടേതും. ഇതൊന്നും ഒരുപക്ഷെ അന്ന് ഓർമ്മ ഉണ്ടായിരിക്കണമെന്നില്ല. അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചോളൂ. ആ മാതാപിതാക്കളുടെ ഖബറിൻ്റെ അരികത്ത് ചെന്ന് പൊറുക്കലിനെ ചോദിച്ചോളൂ, മാപ്പ് ചോദിച്ചോളൂ, പൊറുക്കലിനെ തരാൻ വേണ്ടി പറയും. അവരോട്